പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഒരിക്കൽ കൂടി വചനമായി തീ പോലെ എന്ന ഈ ഗ്രൂപ്പിൽ നിൽക്കുവാൻ ദൈവമിടയാക്കിയ അവിടുത്തെ കൃപയ്ക്കായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അഡ്മിൻ, മറ്റുള്ള എല്ലാ സഹപ്രവർത്തകർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന വേദവാക്യം സങ്കീർത്തനങ്ങൾ ഒന്നാം സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ടിൽ ആരെഴുതി എന്നുള്ള ഒന്നും കാണാൻ കഴിയുന്നില്ലെങ്കിലും ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നത് മോശ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. ഈ ഒന്നാം സങ്കീർത്തനത്തിന് ഉൽപ്പത്തി പുസ്തകമായിട്ട് ഒരു ബന്ധമുണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. ഈ ഒന്നാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മളെ എന്താണ് ഓർപ്പിക്കുന്നത് അല്ലെങ്കിൽ എന്താണ് പ്രബോധിപ്പിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഇന്ന് സന്ധ്യയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനം 1 സങ്കീർത്തനക്കാരൻ പറയുന്നു, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സാക്ഷീകരിക്കുന്ന സഹവിശ്വാസികൾ, ദൈവദാസന്മാര്, ദൈവിക പൈതങ്ങൾ 3 കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. എന്താണ് 3 കാര്യം ചെയ്യാൻ പാടില്ലാത്തത്? 1, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. 2, പാപികളുടെ വഴിയിൽ നിൽക്കരുത്. 3, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്താണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്. അപ്പോൾ ഓരോ വിശ്വാസിയും കേൾക്കേണ്ടതായിരിക്കുന്ന ആലോചനകളുണ്ട്. ഇവിടെ പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന. അപ്പോൾ ദുഷ്ടന്മാരുടെ ആലോചനയുണ്ടെങ്കിൽ മറുഭാഗത്ത് നീതിമാന്മാരുടെ ആലോചനയും ഉണ്ട് എന്ന് കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനക്കാരൻ 3 കാര്യങ്ങൾ നാം ചെയ്യരുത് എന്ന് വാണിംഗ് ആയിട്ട് പറയുകയാണ്. ഇതാണ്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. രണ്ടാമത്തെ കാര്യം, 2 കാര്യം നാം ചെയ്യണം. 2 കാര്യം നാം ചെയ്യണം എന്ന് കഴിഞ്ഞാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കണം. അപ്പോൾ നാം സന്തോഷിക്കേണ്ടത് യഹോവയുടെ ന്യായപ്രമാണത്തിലാണ്. 2, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. രണ്ടാമത്തത്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. യഹോവയുടെ ന്യായപ്രമാണത്തിൽ മാത്രം സന്തോഷിക്കുക. മറ്റുള്ള സന്തോഷങ്ങളെല്ലാം പെട്ടെന്ന് അവസാനിക്കുന്നു. എന്നാൽ യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സന്തോഷം ലഭിക്കുന്നു. 2, അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ രാത്രിയും പകലും അല്ലെങ്കിൽ എപ്പോഴും അവൻ്റെ ന്യായപ്രമാണത്തെ ധ്യാനിക്കുവാൻ സങ്കീർത്തനക്കാരൻ ക്രമപ്പെടുത്തുന്നു. ചിന്തിക്കണമേ, 3 കാര്യം ചെയ്യാതെ നിങ്ങൾ 2 കാര്യം ചെയ്യുമ്പോൾ വചനം പറയുന്നു, ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യും. എന്താണ്? 1, അവൻ നിങ്ങളെ ആറ്റരികത്ത് നടും. തക്ക കാലത്ത് നിങ്ങൾ ഫലം കായ്ക്കും. ഇല വാടിപ്പോകുകയില്ല. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നോക്കണമേ, നിങ്ങൾ 3 കാര്യം ചെയ്യാതെ 2 കാര്യം ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വലിയ കാര്യം ചെയ്യുന്നു. എന്താണ്? അവൻ നിങ്ങളെ ആറ്റരികത്ത് നടും, തക്ക കാലത്ത് ഫലം കായ്ക്കും, ഇല വാടിപ്പോകുകയില്ല, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നോക്കു പ്രിയരെ, നിങ്ങൾ യഹോവയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി അല്ലെങ്കിൽ ദൈവരാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്തു അതിൻ്റെ 10 മടങ്ങ് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ചിന്തകൾ,
നിങ്ങളുടെ പ്രവൃത്തി, നിങ്ങളുടെ ആക്ടിവിറ്റീസ് എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഈ ചെറിയ വചനത്താൽ നമ്മൾ എല്ലാവരും